അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റിനെ പറ്റിയിട്ടും സ്കേലബിലിറ്റിനെ പറ്റിയിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നമുക്ക് സ്കേലബിലിറ്റി എന്നറിയാം. സ്കേലബിലിറ്റി ഈസ് ദ നീഡ് ടു സ്കെയിൽ ദ ഇൻസ്റ്റൻസസ്. ദർ ആർ ടു വേസ് ടു സ്കെയിൽ ദ ഇൻസ്റ്റൻസസ്. വെർട്ടിക്കലി യു ക്യാൻ സ്കെയിൽ ഓർ യു ക്യാൻ സ്കെയിൽ ഹൊറിസോണ്ടലി, റൈറ്റ്? ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം നമുക്ക് സ്കെയിൽ ചെയ്യണോ ആ സ്കെയിൽ ചെയ്യേണ്ട സമയത്ത് I want the scalability. I want the instance to scale, and whenever I want it to reduce the number of resources, I should be able to reduce the number of resources. അതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് കൂടുതൽ സ്കേലബിലിറ്റിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ സ്കേലബിലിറ്റി ഏതൊക്കെ തരത്തിൽ AWSൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പഠിക്കുന്നത്. ഈ AWSൽ ഇതിൽ പറയുന്നത് ഓട്ടോ സ്കെയിലിംഗ് എന്നാണ്. ഓട്ടോമാറ്റിക്കലി സ്കെയിൽ, അല്ലേ? ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്കെയിൽ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്കെയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ ഓട്ടോമാറ്റിക്കലി സ്കെയിൽ ചെയ്യാൻ പറ്റും. അത് രണ്ട് അപ്രോച്ചുകൾ എന്ന് വേണം അതിന് വേണ്ടി പറയാൻ വേണ്ടിയിട്ട്. ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓൺ ഡിമാൻഡ്, whenever there is a demand we scale. Okay, there are two approaches for this, for auto scaling. One is on demand. Whenever there is a demand in the real time ഒരു ഡിമാൻഡ് കാണുമ്പോൾ we will scale. That is one approach. Another approach is predictive or preemptive or predictive, whatever is the word, right? Preemptive or predictive എന്ന് വെച്ച് കഴിഞ്ഞാൽ we anticipate, അതായത് നമ്മൾ മുൻകൂട്ടി ഒരു മെഷീൻ ലേണിംഗ് മോഡൽ വെച്ചിട്ടോ ഡാറ്റാ സയൻസുകൾ വെച്ചിട്ടോ വി വിൽ ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് ദർ ഈസ് ഗോയിങ് ടു ബി എ ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ ദി ആപ്ലിക്കേഷൻ, ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് വി ആഡ് മോർ റിസോഴ്സസ്. അതാണ് ഈ രണ്ട് അപ്രോച്ചുകളാണ് ഈ ഓട്ടോ സ്കെയിലിംഗ് ഇൻ AWSൽ ഉള്ളത്. ഓക്കെ, ഓട്ടോ സ്കെയിലിംഗ് ഇൻ AWSൽ ഉള്ളത് ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whenever there is a real time fluctuation or demand for more resources, whenever there is a demand for more request and then we need to add more resources, ആ സമയത്ത് നമ്മൾ കൂടുതൽ റിസോഴ്സ് ആഡ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓൺ ഡിമാൻഡ്. പ്രീംറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ predictive or predictive, basically we will see that there is a need, anticipate, നമ്മൾ മുൻകൂട്ടി കാണുകയാണ്, നമ്മൾ predict ചെയ്യാണ്, there is going to be a need for more resources, there is going to be a more കൂടുതൽ റിക്വസ്റ്റ് വരാൻ, ഈ ആപ്ലിക്കേഷന് കൂടുതൽ റിക്വസ്റ്റ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസ്ഡ് ഓൺ ദാറ്റ് വി ആർ ഗോയിങ് ടു ഇൻക്രീസ് ദ റിസോഴ്സസ്. ഓക്കെ, ഇങ്ങനെ രണ്ട് മെത്തേഡ്സുകളാണുള്ളത്. എഗെയിൻ ഇതിവിടെ ഡാറ്റാ സയൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന എക്സാമ്പിളാണ് ഫെസ്റ്റിവൽ സീസൺ, അല്ലേ? ഫെസ്റ്റിവൽ സീസൺ തുടങ്ങാറായി, അല്ലെങ്കിൽ ക്രിസ്മസ് തുടങ്ങാറായി, അല്ലെങ്കിൽ ന്യൂ ഇയർ തുടങ്ങാറായി. അപ്പോൾ ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇഫ് ഇറ്റ് ഈസ് ആൻ ഇ-കോമേഴ്സ് സൈറ്റ്, it can actually anticipate that there is going to be more resources. Okay, അപ്പോൾ ഇങ്ങനെ രണ്ട് അപ്രോച്ചാണ് ഈ ഓട്ടോ സ്കെയിലിങ്ങിനകത്തുള്ളത്. ഇനി ഈ ഓട്ടോ സ്കെയിലിംഗ് എങ്ങനെയാണ് കൺഫിഗർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും AWSനകത്ത്. വി ക്രിയേറ്റ് സംതിങ് കോൾഡ് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ്. ഇതൊക്കെ നമ്മൾ തിയറി മാത്രമല്ല പ്രാക്ടിക്കലും പഠിക്കും കേട്ടോ, പക്ഷേ ഇപ്പം ജസ്റ്റ് തിയറി മനസ്സിലാക്കി വെക്കുക. ഈ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ 3 സാധനങ്ങൾ നമ്മൾ പറയണം. ഫസ്റ്റ് ഈസ് മിനിമം റിസോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 4 EC2 ഇൻസ്റ്റൻസ് വേണം. ദാറ്റ് ഈസ് എ ബാർ മിനിമം. ഈ 4 EC2 ഇൻസ്റ്റൻസ് ഇല്ലെങ്കിൽ സീംലെസ് ആയിട്ട് ഓൾസോ ഐ ക്യാൻ 4 EC2 ഇൻസ്റ്റൻസ് വേണമെന്ന് ഞാൻ പറയാനുള്ള കാരണം നോട്ട് ഓൺലി ദ ആപ്ലിക്കേഷൻ ഹാസ് ടു വർക്ക്, ബട്ട് ഓൾസോ ഐ നോ ദറ്റ് ബാർ മിനിമം ഓഫ് ലെറ്റ്സ് സേ 10,000 യൂസേഴ്സ് ആർ ഗോയിങ് ടു കം എനി പോയിന്റ് ഇൻ ടൈം ഇൻ എ ഡേ. അതുകൊണ്ട് എന്തെങ്കിലും 4 ഇൻസ്റ്റൻസ് വേണം. ഓക്കെ, സോ നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിനകത്ത് വി വിൽ സേ ദാറ്റ് ദിസ് മിനിമം ഈസ് 4 EC2 ഇൻസ്റ്റൻസ്. സെക്കൻഡ് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസയേർഡ്. വാട്ട് ഈസ് എ ഡിസയേർഡ് നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ്? അപ്പോൾ നമ്മളിപ്പം അതിനെ പറയാം 6 ഡിസയേർഡ് ഇൻസ്റ്റൻസ്. അതായത് ഇന്ന് കറൻ്റ്ലി എൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഹൗ മെനി നമ്പർ ഓഫ് EC2 ഇൻസ്റ്റൻസ് ഐ നീഡ്. ഓക്കെ, മിനിമം മാത്രമല്ല, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ ആഫ്റ്റർ എ വീക്ക് ഓർ എ മന്ത് ഐ നോ ദാറ്റ് ഇറ്റ് വിൽ കൈൻഡ് ഓഫ് ഇൻക്രീസ്. സോ വാട്ട് ഈസ് ദി desired amount, the current desired amount of
ഇൻസ്റ്റൻസസ്. അപ്പോൾ നമുക്ക് ഇവിടെ അത് 6 എക്സാമ്പിൾ പറയും 6 EC2 ഇൻസ്റ്റൻസ്. നിങ്ങൾക്കിത് ഓപ്ഷനിലാണ്, ഇത് കോൺഫിഗർ ചെയ്യാതെ ഇരിക്കാം. ബിക്കോസ് മിനിമം നിങ്ങൾ കോൺഫിഗർ ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് എവർ ഈസ് ദ മിനിമം ദാറ്റ് ഈസ് എ വാല്യൂ ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക്. പക്ഷേ ഡിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whenever there is a load, I kind of decide that this is the number of instances I want for my application to run. So in the current traffic, this is what I want, right? അപ്പോൾ ഇത് കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ട്രാഫിക്കിൽ ഇത്രയും EC2 ഇൻസ്റ്റൻസുകൾ സ്പിൻ ഔട്ട് ചെയ്യും. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ദ മാക്സിമം, റൈറ്റ്? ഞാൻ പറയും മാക്സിമം എനിക്ക് 12 EC2 ഇൻസ്റ്റൻസ് ആണ് വേണ്ടത്. What that means is it will not spawn AWS more than 12 EC2 ഇൻസ്റ്റൻസ് സ്പോൺ ചെയ്യുകയോ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യില്ല. Why is it helpful? Definitely കോസ്റ്റ്. ഓവർ സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, കോസ്റ്റും റെഡ്യൂസ് ചെയ്യപ്പെടും. അതുകൊണ്ട് all I need is only this many number of EC2 instances. So I will not go beyond 12 as an EC2 instance. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഇപ്പോൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, രണ്ട് തരത്തിൽ there are two approaches for auto scaling. The one approach is on demand and another is predictive. On demand എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈമിൽ മനസ്സിലാക്കിയിട്ട് if there is a need for more resources, we'll add more resources. Second is predictive, which is basically predicting that there is going to be a need of more resources and then add more resources. വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AWS ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പാണ് നമ്മൾ പഠിച്ചത്. അതെങ്ങനെ ഈ ഓട്ടോ സ്കെയിലിംഗ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനകത്ത് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 സാധനങ്ങളുണ്ട്. ഒന്ന് മിനിമം, ദിസ് ഇസ് bare minimum for my application to run. Desired in the current instances എത്രയാണ്, currently as of now how much is the instances I need. Again, this is an optional thing, you can always use minimum. And the maximum is how much is the maximum number of EC2 instance that you are going to create, and it will not go beyond this number. Okay, and why do we need a maximum? For the cost to avoid കൂടുതലായിട്ട് ഓവർ സ്കെയിലിംഗ് ചെയ്യാതിരിക്കാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇതുള്ളത്. അപ്പോൾ എപ്പോഴും ഈ ഇൻസ്റ്റൻസുകൾ വിൽ ബി റണ്ണിങ് ബിറ്റ്വീൻ, നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് വിൽ ബി ഓൾവേസ് ബിറ്റ്വീൻ മിനിമം ആൻഡ് മാക്സിമം. Okay, hopefully auto scaling is clear, and then we will see in the next video with a new concept.